ഡ്രഗ്, ആൽക്കഹോൾ, അതുപോലെ ടുബാക്കോ, സ്മോക്കിംഗ്, അതിൻ്റെയൊക്കെ ഇഫക്റ്റ് സൊസൈറ്റിയിൽ ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. സോ ഇതിന് ഹോസ്റ്റലേഴ്സ്, അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ട ആൾക്കാർ, ഫെയിലിയർ ആയിട്ടുള്ള പേഴ്സൺസ്, അതുപോലെ അഡോളസൻസ് ഗ്രൂപ്പിലുള്ളവർ, അതുപോലെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, ലൈഫിനോട് തന്നെ ഒരുപാട് ഫ്രസ്ട്രേഷനുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഒരുപാട് ഇതുപോലത്തെ ഡ്രഗ്, ആൽക്കഹോൾ, ടുബാക്കോ, സ്മോക്കിംഗ് ഇതിനോടൊക്കെ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫെയിലിയർ ആയിട്ടുള്ള പേഴ്സൺസ്, ഹോസ്റ്റലേഴ്സ്, അഡോളസൻസ്, അതുപോലെ ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഡ്രഗ്, ആൽക്കഹോൾ, ടുബാക്കോ ഇതിനോടൊക്കെ ഒരുപാട് അഡിക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എസ്പെഷ്യലി ഈ അഡോളസൻസിലാണെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പെടുന്നത് പാരൻസും ടീച്ചേഴ്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു ഡ്യൂറേഷനാണ്. സോ പാരൻസ്, ടീച്ചേഴ്സ്, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് റോളുണ്ട് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇവരെ ഇതുപോലത്തെ ബാഡ് ഹാബിറ്റിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് റോളുണ്ട്. സോ എപ്പോഴും ഒരു ശ്രദ്ധ ഈ അഡോളസൻ ഗ്രൂപ്പുകാരിൽ ഈ പറഞ്ഞ പാരൻസ്, ടീച്ചേഴ്സ്, ഫാമിലി മെമ്പേഴ്സിനും എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. സോ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ആൽക്കഹോൾ ആയാലും ഡ്രഗ് ആണെങ്കിലും ടുബാക്കോ സ്മോക്കിംഗ് ആയാലും ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ എഫക്റ്റുകളാണ് ഈ ഡ്രഗ്, ആൽക്കഹോളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വരുന്നത് സൊസൈറ്റിയിൽ. സോ ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. സോ ഡ്രഗ് അഥവാ ആൽക്കഹോൾ അബ്യൂസ് മൂലം നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഈ അഡോളസൻസ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെ എഫക്റ്റുകളാണെന്ന്. ആദ്യത്തത് ഇമ്മീഡിയറ്റ് ഓർ അഡ്വേഴ്സ് എഫക്റ്റ്. ആദ്യം തന്നെ കാണുന്ന ഒരു എഫക്റ്റ്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അബ്യൂസ് മൂലം ഉണ്ടാകുന്നത് റെക്ലെസ് ബിഹേവിയർ. ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പതിയെ ഇവർ ഭയങ്കര റെക്ലെസ് ബിഹേവിയർ തന്നെ ഭയങ്കര അശ്രദ്ധമായിട്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് ഇറസ്പോൺസിബിളായിട്ട് അവർ പെരുമാറുന്നു. ഉത്തരവാദിത്വ ബോധമില്ലാതെ ഭയങ്കര അശ്രദ്ധമായിട്ട് പെരുമാറാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ ഇവരിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സോ നേരത്തെ റെസ്പോൺസിബിലിറ്റി ഉള്ളായിരുന്ന കുട്ടികളായിരിക്കാം, ആളുകളായിരിക്കാം, പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ എഫക്റ്റ് കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആദ്യം കാണിക്കുന്നത് എന്താ? ഭയങ്കര കെയർലെസ് നേച്ചർ, ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരു നേച്ചർ, ഒരു റെസ്പോൺസിബിൾ അല്ലാതെ ഒട്ടും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ടുള്ള കുറേ ബിഹേവിയർ കാണും. അതാണ് റെക്ലെസ് ബിഹേവിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വാൻഡലിസം. വാൻഡലിസം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിക്കാനുള്ള, അത് സ്വന്തം പ്രോപ്പർട്ടി ആവും അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി, പ്രൈവറ്റോ പബ്ലിക്കോ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും വേണമെന്ന് വെച്ചതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത. സോ ഭയങ്കര നശീകരണ പ്രവണതയാണ് ഉദ്ദേശിക്കുന്നത് വാൻഡലിസം. റെക്ലെസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ട് അശ്രദ്ധമായിട്ടുള്ള ക്യാരക്ടർ. വാൻഡലിസം എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി വേണമെന്ന് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടി, പ്രൈവറ്റോ പബ്ലിക്കോ പ്രോപ്പർട്ടി നശിപ്പിക്കാനുള്ളൊരു പ്രവണത, നശീകരണം. അതുപോലെ വയലൻസ് പറഞ്ഞാൽ ഫിസിക്കൽ ഫോഴ്സ്, നമ്മുടെ ശാരീരിക ക്ഷമത ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനത്തിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭയങ്കര അക്രമ സ്വഭാവം ഇടുക. ഒരുപക്ഷെ ഒരാളെ കൊല്ലാൻ വരെ മടിക്കാത്ത ടൈപ്പ് വയലൻസ്. സോ അക്രമ സ്വഭാവങ്ങളൊക്കെ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്. സോ ഇമ്മീഡിയറ്റ് ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് റെക്ലെസ് ബിഹേവിയർ, അശ്രദ്ധ, അതുപോലെ വാൻഡലിസം, നശീകരണ പ്രവണത, വയലൻസ്, ഭയങ്കര അക്രമ സ്വഭാവം വരുന്നു. പിന്നെ ഈ പറഞ്ഞ ആൽക്കഹോളും ഡ്രഗൊക്കെ നോർമൽ ഡോസിനേക്കാളും കൂടുതലായിട്ട് അവർ കഴിച്ചിരുന്ന ആ ഒരു കോൺസെൻട്രേഷനേക്കാളും അളവിനേക്കാളും കൂടുതലായി കഴിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം ഒരു ചെറിയ ഡോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു. പിന്നീട് നമ്മുടെ ബോഡിയിൽ ആ റിസപ്റ്റേഴ്സ്, ബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സ് എൻ്റെ ടോളറൻസ് ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും ഈ നേരത്തെ കൊടുത്ത അളവിൽ മതിയാവാതെ വരുന്നു സാറ്റിസ്ഫാക്ഷൻ. സോ കൂടുതൽ അളവിൽ അവർ കഴിക്കും. ഈ ടോളറൻസ് ലെവൽ ബ്രെയിനിൽ കൂടുന്നത് കൊണ്ട്, ആ റിസപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് ലെവൽ കൂടുന്നതുകൊണ്ട് അവർ കൂടുതലായിട്ട് അതിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ കഴിക്കും, അങ്ങനെ കൂടുതൽ അഡിക്റ്റഡ് ആവും. സോ ആ ഡോസേജ് കൂടുതലും കഴിച്ച് അതും കഴിഞ്ഞ് അതിൻ്റെ എക്സസ് ഡോസേജ് ആയി കഴിയുമ്പോൾ, ഡ്രഗും ആൽക്കഹോളും എക്സസ് ഡോസിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോമ അല്ലെങ്കിൽ ഡെത്ത്. ഒരുപക്ഷെ സ്ഥിരമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു കോമ സ്റ്റേജിലേക്ക് എത്താം, അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഡെത്തിലേക്ക് വരെ വഴിതെളിക്കാം. അത് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ചെറിയ കോൺസെൻട്രേഷൻ ടോളറൻസ് ലെവൽ കൂടുന്നതുകൊണ്ട് വീണ്ടും അതിൻ്റെ അളവ് കൂട്ടുന്നു, വീണ്ടും ടോളറൻസ് ലെവൽ കൂടുന്നു, വീണ്ടും അളവ് കൂട്ടുന്നു, വീണ്ടും അങ്ങനെ കൂടി അതിൻ്റെ ഹൈ പീക്കിൽ എക്സസ് ഡോസിൽ ആൽക്കഹോളും ഡ്രഗും കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലാസ്റ്റ് അതൊരു കോമ അല്ലെങ്കിൽ ഡെത്തിലേക്ക് വരെ വഴിതെളിക്കാവുന്നതാണ്. ഈ കോമ ഡെത്തൊക്കെ വരാനുള്ള മെയിനായിട്ട് കാരണം ഡ്യൂ ടു
റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസകോശ സംബന്ധമായിട്ട് പരാജയം, അവിടെയുള്ള ഓരോ പാർട്ടിക്കിൾസും നമ്മൾ പറയുന്ന ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ള ഒരു ഏരിയ ഇല്ലാണ്ടിരിക്കുക. സോ റെസ്പിറേറ്ററി പാർട്ടുകൾക്ക് കംപ്ലൈൻറ്റ് വരിക. സോ റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസതടസ്സം മൊത്തം പ്രോബ്ലം വരും. പിന്നെ ഹാർട്ട് ഫെയിലിയർ, നമ്മുടെ മിക്കവാറും അഡ്രിനാലും നോർ അഡ്രിനാലും എന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്, ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടി ഇതുപോലത്തെ ഡ്രഗിൻ്റെ ആൽക്കഹോളിൻ്റെ അബ്യൂസ് കാരണം എന്താ പറയുന്നു, ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരുന്നു. സോ ഹാർട്ട് ഫെയിലിയർ, അതുപോലെ റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഫെയിലിയർ വരുന്നു, ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ സെറിബ്രൽ ഹെമോറേജ്, നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലെ ബ്ലഡ് വെസൽസൊക്കെ റപ്ചർ ചെയ്ത് അത് പൊട്ടാൻ തുടങ്ങുന്നു. സോ ബ്രെയിൻ്റെ ഉള്ളിൽ തന്നെ രക്തസ്രാവം ഉണ്ടാകുന്നു. സോ ബ്രെയിൻ്റെ ഉള്ളിൽ രക്തസ്രാവം, സെറിബ്രൽ ഹെമോറേജ് തന്നെ ബ്രെയിനിലെ മസ്തിഷ്കത്തിനുള്ളിലുള്ള രക്തസ്രാവം, ബ്ലഡ് സെൽസ് പൊട്ടി റപ്ചർ ചെയ്തിട്ട് ബ്ലഡ് പോകാൻ തുടങ്ങുന്നതാണ്. സോ സെറിബ്രൽ ഹെമറേജ്, റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, ഇതൊക്കെ കാരണം എക്സസീവ് ഡോസ് കാരണം എന്തുണ്ടാവുന്നു, ഇത് കാരണം കോമ അല്ലെങ്കിൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇനി ഒരു പക്ഷേ കോമ്പിനേഷൻ ഓഫ് നമ്മൾ പറഞ്ഞ ഡ്രഗും ആൽക്കഹോളും ഒരുമിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. സോ കോമ്പിനേഷൻ ഓഫ് ഡ്രഗും ആൽക്കഹോളും ഒരുമിച്ച് യൂസ് ചെയ്യണമെന്ന് അതൊരു ഓവർഡോസ് ആയിട്ട് മാറും. സോ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ റിസൾട്ട് ഇൻ ഓവർഡോസ്. രണ്ടും കൂടി യൂസ് ചെയ്താൽ അത് ഒബ്വിയസ്ലി എന്തായിട്ട് മാറും, ഓവർഡോസ് ആയിട്ട് മാറും. അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത്, ഈവൻ ഡെത്തിലേക്ക് വരെ അത് വഴിതെളിക്കാം. സോ ഒന്നിൻ്റെ ഉപയോഗം തന്നെ നമുക്ക് കൂടുതലായ നമ്മുടെ ബോഡിക്ക് അത്രയും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ രണ്ടും ഒരുമിച്ച് കോമ്പിനേഷനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അത് ഓവർഡോസായി മാറുകയും അതുമൂലം മരണത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ. ഈ ഡ്രഗും ആൽക്കഹോളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കുറച്ച് വാർണിംഗ് സൈൻസ് അവർ കാണിക്കും, എസ്പെഷ്യലി എമംഗ് ദ യൂത്ത്. നമ്മുടെ അഡോളസൻസിലാണെങ്കിൽ ഇതുപോലത്തെ ഡ്രഗും ആൽക്കഹോളും ഇവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കുറച്ച് വാർണിംഗ് സൈനുകളാണ് ഇനി പറയുന്നത്. ആദ്യത്തേത് ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്. അവർ അക്കാഡമിക് പെർഫോമൻസിൽ അവർ പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഫെയിലിയർ, ഭയങ്കര വീക്കാവാൻ തുടങ്ങും. നല്ല മുൻപന്തിയിൽ നിന്നിരുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പഠനം ആ സമയത്ത് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അക്കാഡമിക് ആക്ടിവിറ്റീസിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പഠിക്കാതെ ഭയങ്കര വീക്കായി പോകും. സോ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ നിന്നതൊക്കെ വളരെ ലോ ലെവലായിട്ട് വരാൻ തുടങ്ങും. ഒട്ടും തന്നെ അക്കാഡമിക് പെർഫോമൻസ് കാണിക്കാൻ പറ്റാതെ വരുന്നു. സോ ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് യൂത്തിലാണ്, അഡോളസൻസിലാണ് പറയുന്നത്. രണ്ടാമത് അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ആൻഡ് കോളേജ്. ഒരു കാരണവുമില്ലാതെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഈ കുട്ടികൾ ലീവ് ആവുന്നത് കാണാം. മറ്റേത് നമ്മുടെ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി മാറ്റേഴ്സൊക്കെ, ഇത് ഒരു റീസണും ഇല്ലാതെ തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒരുപാട് ലീവുകൾ എടുക്കുക, അവരവിടെ നിന്ന് അപ്രത്യക്ഷമാവുക. സോ അൺഎക്സ്പ്ലെയിൻ, റീസൺ പോലും ഇല്ലാണ്ട് സ്കൂളും കോളേജും വരാതിരിക്കുക. മൂന്നാമത്തത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. സ്വന്തം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പോലും ഇൻട്രസ്റ്റ്. സോ അവനവൻ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുക, കുളിക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ ബാക്കി പേഴ്സണലായിട്ടുള്ള ശുചിത്വങ്ങൾ എന്തൊക്കെ വേണമോ ഇതിലൊന്നും തന്നെ കൈ കഴുകാൻ പോലും താല്പര്യമില്ലാത്തല്ലേ, ഒന്നിലും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരാം. സോ പേഴ്സണലായിട്ടുള്ള ഹൈജീൻ ഒട്ടും തന്നെ കീപ്പ് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതെ വരിക, അതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. ഇതൊക്കെ നമുക്ക് തരുന്ന വാർണിംഗ് സൈനുകളാണ്. പിന്നീട് വരുന്നത് വിഡ്രോവൽ ആൻഡ് ഐസൊലേഷൻ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. നമ്മുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും വിട്ടു നിൽക്കുക, അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഇരിക്കാനും കഴിയാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക. ഒരിക്കലും ഒരു ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഇടപഴകാൻ താല്പര്യം കാണിക്കാതെ അവരിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു താല്പര്യം കൂടുക, അതാണ് വിഡ്രോവൽ ആൻഡ് ഐസൊലേഷൻ. എവിടെ നിന്ന്? ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും വിഡ്രോ ചെയ്യുക, അവിടെ നിന്ന് അവരിൽ നിന്ന് ഒറ്റപ്പെട്ട് താമസിക്കാനും ജീവിക്കാനും പെരുമാറാനുള്ള ഒരു ഇൻട്രസ്റ്റാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അവർക്ക് ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ചെന്നിരിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഡിപ്രഷൻ ആൻഡ് ഫാറ്റിക്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, എപ്പോഴും ഒരു കടുത്ത നിരാശ അവരിലുണ്ടായിരിക്കും. ഇത് കിട്ടാത്ത സന്ദർഭങ്ങളിലും ഒക്കെ ഭയങ്കര കടുത്ത നിരാശ, അതുപോലെ ഫാറ്റിക്, വളരെ തളർച്ചയും അനുഭവപ്പെടും. ഡിപ്രഷൻ, ഫാറ്റിക്. പിന്നെ പറയുന്നത് അഗ്രസീവ് ആൻഡ് റെബല്യസ് ബിഹേവിയർ. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്രമണ സ്വഭാവം ഒരു കാണിക്കും, എപ്പോഴും
ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ആക്രമണ സ്വഭാവം, ഒരു അഗ്രസീവ് നേച്ചർ കാണിക്കും. അതുപോലെ റിബല്യസ് ബിഹേവിയർ, എസ്പെഷ്യലി അഡോളസൻസിന് അങ്ങനെ ഒരു നേച്ചർ ഉള്ളതാണ്, ഒരു റിബല്യസ് നേച്ചർ, എന്തിനേയും എതിർക്കാനും ചോദ്യം ചെയ്യാനും. പക്ഷേ ഈ ഡ്രഗിൻ്റെ ഉപയോഗം അത് ഓവറായിട്ട് റിബല്യസ് പറഞ്ഞാൽ എന്ത് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റി എന്ത് പറഞ്ഞാലും ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണത, എന്തിനേയും ചാലഞ്ച് ചെയ്യാനുള്ള, എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഭയങ്കര ഹൈ ലെവലിലുള്ള ഒരു പ്രവണത, അതാണ് റിബല്യസ് എന്ന് പറഞ്ഞത്. സോ അഡോളസൻസിന് നോർമലി ഒരു നേച്ചർ ഉണ്ട്, ബട്ട് ഇതിൻ്റെ ഉപയോഗം കൂടും അത് ഒന്നും കൂടി കൂടാൻ തുടങ്ങും. സോ റിബല്യസ് ബിഹേവിയറും അഗ്രസീവ് ബിഹേവിയറും വളരെയധികം കൂടാൻ തുടങ്ങും. പിന്നീട് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഹോബീസിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുള്ള ആൾക്കാരാണെങ്കിൽ അതിലൊന്നും ഒരു താല്പര്യമില്ലാതെ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചറായിട്ടിരിക്കുന്നു. സോ ഹോബികളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരിക. അതുപോലെ ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്, ഭക്ഷണം കഴിക്കുന്നതിലും ഉറങ്ങുന്നതിൻ്റെയൊക്കെ ആ ഹാബിറ്റ് ടോട്ടലി വരും. എപ്പോഴോ ഭക്ഷണം കഴിക്കുക, എപ്പോഴോ ഉറങ്ങുക, ഒരു കൃത്യത ഇല്ലായ്മ വരിക. തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, അത് ഒന്നുമില്ല. ചിലപ്പോൾ കഴിച്ചാലായി, ചിലപ്പോൾ കഴിച്ചില്ല, അങ്ങനെ ഒരു ഡിസോർഡർ, ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ഹാബിറ്റിലൊക്കെ കംപ്ലീറ്റ് ഒരു ഡിസോർഡർ കൈവരിക. അതുപോലെ ഫ്ലക്ച്വേഷൻസ് ഇൻ വെയ്റ്റ് ആൻഡ് അപ്പറ്റിറ്റ്, വെയ്റ്റ് ലോസ്, വെയ്റ്റിൽ ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായിട്ട് ഭയങ്കര ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ശരീരഭാരം കുറയാൻ തുടങ്ങുക, ഫ്ലക്ച്വേഷൻ, വെയ്റ്റ് ലോസ് ഭയങ്കരമായിട്ട് സംഭവിക്കുക. അതുപോലെ ആപ്പറ്റൈറ്റ്, വിശപ്പിൻ്റെ കാര്യമാണെങ്കിലും ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ഒട്ടും വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരിക്കാനുള്ള ഒരു പ്രവണത. സോ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഭക്ഷണം കഴിക്കുന്ന വിശപ്പിൻ്റെ കാര്യത്തിലും അതുപോലെ വെയ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നേരിടുക. അതുപോലെ ഡിറ്റീരിയോറേറ്റിംഗ് റിലേഷൻഷിപ്പ് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, ആ ഫ്രണ്ട്സ്, ആ റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ അവർക്ക് നാശം, അതിനോടൊന്നും ഒരു താല്പര്യമില്ലെന്ന്, അതിൽ നിന്നൊക്കെ ഒരുപാട് അകന്ന് ആ ബന്ധങ്ങളൊക്കെ ഇവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ ആ ബന്ധങ്ങളൊക്കെ ഇവർക്ക് നഷ്ടപ്പെടുക. അതുപോലത്തെ പെരുമാറ്റ വൈകല്യങ്ങളായിരിക്കും ഇവർ കാണിക്കുക. സോ അവർക്ക് ഫാമിലി, ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇല്ലാതെ അവരിൽ നിന്നെല്ലാം അകന്നു കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ബന്ധമൊന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ അതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഇതിൻ്റെ വാർണിംഗ് സിഗ്നൽസ് കാണിക്കാം. സോ ഇത്രയും വാർണിംഗ് സിഗ്നൽസ് കാണിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒന്നോ അതിലധികമോ വാർണിംഗ് സിഗ്നൽസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, എസ്പെഷ്യലി യൂത്ത് അല്ലെങ്കിൽ അഡോളസൻസിൽ ഇവർക്ക് ഇതിലേതെങ്കിലും ഒരു യൂസേജ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രഗോ ആൽക്കഹോളോ അല്ലെങ്കിൽ ടുബാക്കോ, ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് ഇവർ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതുപോലത്തെ വാർണിംഗ് സിഗ്നൽസിൽ ഒന്നോ രണ്ടോ അതിലധികം ഒക്കെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ഇതിനായി എപ്പോഴും നമ്മൾ പറഞ്ഞ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും എപ്പോഴും ഇതിൽ ഒരു ശ്രദ്ധ, എസ്പെഷ്യലി അഡോളസൻസിലെ യൂത്തിൽ ഒരു ശ്രദ്ധ അവരുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കണം.